ഹായ് ഫ്രണ്ട്സ്, സാപ്പിടി മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സീരീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ ദിവസം ആമസോൺ പ്രൈം വഴി റിലീസ് ചെയ്ത സീരീസാണ്. ഇൻസ്പെക്ടർ ഋഷി എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ഹൊറർ മിസ്റ്ററി ക്രൈം ത്രില്ലർ വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു സീരീസാണ്. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ പ്ലോട്ട് നോക്കുകയാണെങ്കിൽ, ഒരു കാട്, ആ ഒരു കാട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ കുറേ ആൾക്കാർ മരണപ്പെടുകയാണ്. കൊലപാതകമായിരിക്കും സംഭവം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരിച്ചു കഴിഞ്ഞതിന് ശേഷം മരത്തിൻ്റെ മുകളിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഈ ചിലന്തി വല പോലത്തെ ഒരു സംഭവം കൊണ്ട് ഫുള്ളായിട്ട് മൂടിയിട്ടുണ്ടാവും. ഒരു എന്താ പറയുക, ആ രീതിയിലായിരിക്കും മരണ കാരണം എന്ന് പറയുന്നത് കാർഡിയാക് അറസ്റ്റ് അങ്ങനെ സംഭവങ്ങളായിരിക്കും. പക്ഷെ വേറെ ഒരു സംഭവങ്ങൾ, വേറെ എന്താ പറയുക, അപായപ്പെടുത്തിയ സംഭവങ്ങളോ ഈ രക്തം അങ്ങനെ കുത്തിയ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതെന്താരാണ് ചെയ്യുന്നത്? പിന്നെ ആ കാടിനെ രക്ഷിക്കാൻ വന്ന വനേക്ഷയാണെന്നാണ് പറയുന്നത് അവിടെയുള്ള നാട്ടുകാർ. അപ്പോൾ നാട്ടുകാരൊക്കെ ഭീതിയിലായിരിക്കും. പിന്നെ ഈ കാടിന് മരം മുറിക്കാനും പിന്നെ കാടിനെ വെളുപ്പിക്കാൻ നടക്കുന്ന ആൾക്കാരായിരിക്കും മരണപ്പെടുന്നത്. അപ്പം അതെന്താണ്, അതിൻ്റെ മിസ്റ്ററി എന്താണെന്ന് അന്വേഷിക്കാൻ വരുന്ന ഇൻസ്പെക്ടർ ഋഷിയും അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർമാരായ അയ്യനാരും ചിത്രയും ഇവരുടെയൊക്കെ കഥയാണ് ഈ ഒരു സീരീസിൽ പറഞ്ഞു പോകുന്നത്. അതുകൂടാതെ ഫോറസ്റ്റ് ഓഫീസറായ സത്യ, ഖാദറിൻ, പിന്നെ ഇർഫാൻ ഇവരുടെയും കൂടെ കഥയാണ് ഈ ഒരു സീരീസ് എന്നുള്ളത്. അപ്പം ഈ ഒരു സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് നവീൻ ചന്ദ്ര, സുനൈന, കണ്ണ രവി, ശ്രീകൃഷ്ണ ഒയാൽ, മാലിനി, ജീവരത്നം എന്നിവരൊക്കെയാണ് ഈ ഒരു സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. റൈറ്ററും ഡയറക്ടറായിട്ട് ജയസ് നന്ദിനിയാണ്. ആമസോൺ പ്രൈമിലാണ് ഈ സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഒരു നല്ലൊരു സീരീസാണ്. മൊത്തം 10 എപ്പിസോഡുകളുണ്ട്. അതാണ് ഈ സീരീസിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തതല്ല, എനിക്ക് തീരെ അങ്ങോട്ട് ദഹിക്കാത്തൊരു സംഭവം തന്നെ 10 എപ്പിസോഡുകളായിരുന്നു. മൊത്തം 7.5 മണിക്കൂറുണ്ട് സിനിമയുടെ ഈ സീരീസിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത്. ആദ്യത്തെ 2 എപ്പിസോഡ് സൂപ്പറായിരുന്നു, കിഡിലനായിരുന്നു. ഫസ്റ്റ് 2 എപ്പിസോഡ്, ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മളെ പിടിച്ചിരുത്തും അടുത്ത് എന്ത് സംഭവിക്കുന്നുള്ളത്. അതുപോലെ തന്നെയാണ് രണ്ടാമത്തെ എപ്പിസോഡ് വന്നിരുന്നത്. പിന്നെ 3, 4, 5, 6, 7, 8 എപ്പിസോഡുകളൊക്കെ ആസ് യൂഷ്വൽ പറഞ്ഞു പോകുന്നത് നമ്മളെ അത്ര അങ്ങോട്ട് പിടിച്ചിരുന്നതില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഇവരുടെ പേഴ്സണൽ ലൈഫും കാണിക്കുന്നുണ്ട്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ പേഴ്സണൽ ലൈഫും മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കാണിച്ചു പോകുന്നുണ്ട്. ചില എപ്പിസോഡുകളിൽ ഫുൾ അത് തന്നെ ആയതുപോലെ തോന്നി. 4ാമത്തെ 5ാമത്തെ എപ്പിസോഡിലാണെന്ന് തോന്നുന്നു. 4, 5 എപ്പിസോഡുകളാണെന്ന് എൻ്റെ ഓർമ്മ. പിന്നെ ഫുള്ളായിട്ട് ഇവരുടെ പേഴ്സണൽ കാര്യങ്ങൾ മാത്രമായിട്ട് ഉൾക്കൊള്ളിച്ച പോലെ തോന്നി. ഇത് അവരുടെ അന്വേഷണത്തിനിടയിലൂടെ കാണിച്ചു പോകുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒന്ന് നന്നാമായിരുന്നു എനിക്ക് തോന്നുന്നു. പക്ഷേ എന്നാലും പിടിച്ചിരുത്താനുള്ള എല്ലാ സംഭവമുണ്ട്. പിന്നെ 9, 10 എപ്പിസോഡുകൾ പിന്നെയും കത്തിക്കയറുന്ന എപ്പിസോഡുകളായിരുന്നു. എന്തായാലും ഒരു തവണ കണ്ടു നോക്കാവുന്ന സീരീസാണ്. മൊത്തം 7.5 മണിക്കൂറിൻ്റെ സീരീസിൻ്റെ ദൈർഘ്യം വരുന്നത്. ഒരു 5 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഈ സീരീസ് തീർത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒന്ന് സെറ്റപ്പ് ആകുമായിരുന്നു തോന്നും. കുറേയൊക്കെ അവിടെ കുറച്ച് വെട്ടിത്തിരുത്തി ഒക്കെ ചെയ്തിരുന്നത് കുറച്ച് സ്ലോ ആയിപ്പോയി ചില സ്ഥലങ്ങളിൽ. എന്തായാലും കണ്ടു നോക്കാവുന്നൊരു സീരീസ് തന്നെയാണ്. പിന്നെ ഇപ്പം കണ്ടുവരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു അന്വേഷണ കഥയാണെങ്കിൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടാവും. ഒന്നുകിൽ പിന്നെ എല്ലാവരും മരണപ്പെട്ടിട്ടുള്ള എന്താ പറയുക, ഹോസ്റ്റലിൽ കണ്ടില്ലേ, അതുപോലുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ആ നായകനുണ്ടാവും. അതുപോലെ തന്നെ ഒരു പ്രശ്നം ഇതിലെ നായകനുണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ എല്ലാത്തിലും കണ്ടുവരുന്നൊരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും നല്ലൊരു സീരീസാണ്. പെർഫോമൻസുകളൊക്കെ നന്നായിരുന്നു, എല്ലാവരുടെയും പെർഫോമൻസുകളൊക്കെ നന്നായിരുന്നു. പിന്നെ ഇത് മാത്രമല്ല, ലെങ്ത് കുറച്ച് ചുരുക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു. ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. മ്യൂസിക് ആയിക്കോട്ടെ, പിന്നെ ആ ഒരു മേക്കിംഗ് ശൈലി, പിന്നെ ആ കളർ ടൂണ്, ആ VFX, ഈ കാട്ടിലെ മൃഗങ്ങളെയൊക്കെ കാണിക്കുന്ന VFX, ആനനെയൊക്കെ കാണിക്കുന്ന VFX ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഹൊറർ എലമെൻറ്റ്സ് ഉണ്ട് കുറച്ച്, അതും നല്ല രീതിയിൽ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും പേടിപ്പെടുന്ന 1-2 രംഗങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരുടെയും പെർഫോമൻസ് നീറ്റായിരുന്നു ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും ഇമോഷൻ ആയിക്കോട്ടെ, ആക്ഷൻ ആയിക്കോട്ടെ, എല്ലാ സംഭവങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത്ര തന്നെയാണ് ഈ സീരീസിനെ കുറിച്ച് പറയാനുള്ളത്. കണ്ടു ഒരു തവണ കണ്ടു നോക്കാവുന്ന ഒരു സീരീസ് തന്നെയാണ്. ലാസ്റ്റ് ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം ചിന്തിച്ചിരുന്നു, പക്ഷേ അങ്ങനെ വരില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്ത് പിന്നെയൊരു സംശയം ഉണ്ടായിരുന്നു, അവരാണോ എന്നുള്ളത്. പക്ഷേ തീരെ സർപ്രൈസ് ആയ 1-2 പിന്നെ എന്താ പറയുക 1-2 ട്വിസ്റ്റുകളുണ്ട്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക.
കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 10 എപ്പിസോഡുകളാണ്, 45-50 മിനിറ്റുകൾ അടങ്ങുന്ന 10 എപ്പിസോഡുകളാണ്. മൊത്തം 1.5 മണിക്കൂറാണ് സീരീസിൻ്റെ ദൈർഘ്യം വരുന്നത്. ദൈർഘ്യം ഒഴിച്ചു നിർത്തിയ സീരീസ് ഒരു നല്ലൊരു സീരീസ് തന്നെയാണ്, നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. എന്തായാലും കണ്ടു നോക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഈ സീരീസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും